പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ കഴിയുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയിൽപ്പെട്ട രണ്ടാമത്തെ ഘട്ടമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പോളിംഗ് കേന്ദ്രത്തിൻ്റെ ചുറ്റും, നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 100 മീറ്റർ ചുറ്റളവിലും ഗ്രാമപ്രദേശമാണെങ്കിൽ 200 മീറ്റർ ചുറ്റളവിലും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന മുദ്രാവാക്യങ്ങളോ പാർട്ടി ചിഹ്നങ്ങളോ പോസ്റ്ററുകളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അത് മറയ്ക്കണം. പോളിംഗ് കേന്ദ്രത്തിനുള്ളിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വോട്ടിംഗ് മെഷീനുകൾ ജനലിന് സമീപം അറേഞ്ച് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. മൂന്നാം പോളിംഗ് ഓഫീസർക്ക് ചുമതലയുള്ള കൺട്രോൾ യൂണിറ്റ് ഇരിക്കുന്ന മേശയും വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റും തമ്മിൽ 3 മീറ്റർ അല്ലെങ്കിൽ അതിലധികമോ ദൂരമുണ്ടാകണമെന്ന് ശ്രദ്ധിക്കണം. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിന് സമീപം ഉപയോഗശൂന്യമായിട്ടുള്ള തുണി, പേപ്പർ, പൊട്ടിയ ഫർണിച്ചർ, മറ്റ് പഴവസ്തുക്കൾ എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. വോട്ടർമാർക്ക് ബൂത്തിലേക്ക് കടന്നു വരുന്നതിനും ക്യൂ നിൽക്കുന്നതിനും സ്ഥലമുണ്ടെന്നും പുറത്തേക്ക് പോകുന്നതിന് വാതിലുണ്ടെന്നും ഉറപ്പാക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസേഴ്സ്, പോളിംഗ് ഏജൻറ്റ് എന്നിവർക്ക് ബൂത്തിനുള്ളിൽ ഇരിപ്പിടം സൗകര്യം അറേഞ്ച് ചെയ്യണം. വോട്ടർമാർ പ്രവേശിക്കുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഏജൻറ്റുമാർക്കും അവരെ വ്യക്തമായി കാണാവുന്ന വിധത്തിലാവണം ഈ സീറ്റ് അറേഞ്ച് ചെയ്യേണ്ടത്. പോളിംഗ് ഏജൻറ്റിനെ നിയമിക്കുമ്പോൾ പോളിംഗ് ഏജൻറ്റ് ആ പ്രദേശത്തെ വോട്ടർ ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിക്കണം. കഴിയുന്നതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂവിനുള്ള സംവിധാനം ചെയ്യുക. പ്രായമായവരെ, ഭിന്നശേഷിക്കാരെ, രോഗികൾ എന്നിവർക്ക് ക്യൂ നിർബന്ധമില്ല. ബൂത്തിലേക്ക് വരുന്ന വോട്ടർക്ക് കാണത്തക്ക വിധത്തിൽ പോളിംഗ് പ്രദേശം കാണിക്കുന്ന നോട്ടീസ് ഫോം 7, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഫോം 8 എന്നിവ പതിക്കുക. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അഥവാ റിട്ടേണിംഗ് ഓഫീസർ ഫോം നമ്പർ 6 തയ്യാറാക്കി തന്നിരിക്കും. ഇതനുസരിച്ചാണ് ഫോം നമ്പർ 8 തയ്യാറാക്കേണ്ടത്. എൻട്രി, എക്സിറ്റ്, പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, പോളിംഗ് അസിസ്റ്റന്റ്, ബൂത്ത് ലെവൽ ഓഫീസർ, പോളിംഗ് ഏജന്റ് എന്നീ സൈൻ ബോർഡുകൾ യഥാസ്ഥാനങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തും. ആവശ്യമായിട്ടുള്ള വിവിധ ഫോമുകൾ ബുക്കിൽ നിന്ന് എടുത്ത് അവയിലെല്ലാം ബൂത്ത് നമ്പർ, ബൂത്തിന്റെ പേര്, അസംബ്ലി മണ്ഡലത്തിന്റെ നമ്പർ, പേര്, ഇലക്ഷൻ തീയതി എന്നിവ എഴുതി ഫോമുകളുടെ മുകൾ ഭാഗത്ത് തിരിച്ചറിയൽ സീൽ, ഡിസ്റ്റിങ്വിഷ് മാർക്ക് സീൽ പതിക്കണം. അങ്ങനെ തയ്യാറാക്കിയ ഫോമുകൾ അതാതിൻ്റെ കവറുകളിൽ ചെറിയ കവറിലിട്ട് കവറിൻ്റെ പുറത്തും ബൂത്ത് നമ്പർ, ബൂത്തിൻ്റെ പേര്, അസംബ്ലി മണ്ഡലത്തിൻ്റെ നമ്പർ, പേര്, ഇലക്ഷൻ തീയതി എന്നിവ എഴുതി തിരിച്ചറിയൽ സീൽ പതിക്കണം. ഏതെങ്കിലും കവറിലിടുന്നതിനുള്ള പ്രസ്താവനയോ രേഖയോ ഇല്ലെങ്കിൽ കവറിലിടുന്നതിന് നിൽ എന്നെഴുതിയ സ്ലിപ്പ് കുറച്ച് തയ്യാറാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. വലിയ കവറുകളുടെ പുറത്തും ബൂത്ത് നമ്പർ, ബൂത്തിൻ്റെ പേര്, അസംബ്ലി മണ്ഡലത്തിൻ്റെ നമ്പർ, പേര്, ഇലക്ഷൻ തീയതി എന്നിവ എഴുതി തിരിച്ചറിയൽ സീൽ പതിക്കുക. വോട്ടേഴ്സ് സ്ലിപ്പിൽ ക്രമ നമ്പർ ഇട്ട് വയ്ക്കുക. ആകെ വോട്ടേഴ്സിൻ്റെ 70% വരെ ഉള്ള വോട്ടേഴ്സ് സ്ലിപ്പ് ക്രമ നമ്പർ ഇട്ട് വയ്ക്കാം. സ്ലിപ്പിൽ ഡിസ്റ്റിങ്വിഷ് മാർക്ക് സീൽ പതിക്കുക. അതുപോലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ഉപയോഗിക്കാനായി മെയിൽ, ഫീമെയിൽ തിരിച്ച് എണ്ണം അറിയുന്നതിനായി എഴുതിയ പേപ്പർ തയ്യാറാക്കുക. അഡ്രസ് ടാഗിൽ ബൂത്ത് നമ്പർ, പേര്, ഡിസ്റ്റിങ്വിഷ് മാർക്ക് സീൽ എന്നിവ ചേർക്കുക. സ്പെഷ്യൽ ടാഗ് ഗ്രീൻ പേപ്പർ സീൽ, പിങ്ക് പേപ്പർ സീൽ, സ്ട്രിപ്പ് സീൽ, ടെൻഡർ ബാലറ്റ് പേപ്പർ എന്നിവയുടെ സീരിയൽ നമ്പറുകൾ കുറിച്ചെടുക്കുക. സ്പെഷ്യൽ ടാഗിൽ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ യഥാസ്ഥാനത്ത് എഴുതുക. മോക്ക് പോളിന് ശേഷം മെഷീൻ സീലിംഗ് സമയത്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സ്പെഷ്യൽ ടാഗ് ഗ്രീൻ പേപ്പർ സീൽ, പിങ്ക് പേപ്പർ സീൽ, സ്ട്രിപ്പ് സീൽ എന്നിവയും കൂടാതെ അഡ്രസ് ടാഗുകളിലും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഡിസ്റ്റിങ്വിഷ് മാർക്ക് സീൽ പതിക്കുക. പോളിംഗ് ഏജൻറ്റുമാർക്ക് പാസ് നൽകണം. അവരിൽ നിന്ന് നിയമന കത്ത് ഫോം നമ്പർ 10 വാങ്ങണം. അതിനുശേഷം റിട്ടേണിംഗ് ഓഫീസർ നൽകിയിട്ടുള്ള സിഗ്നേച്ചറുമായി ഒത്തു നോക്കിയിട്ട് നിയമനം നമ്മളുടെ ബൂത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ബൂത്തിലേക്ക് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഏജൻറ്റുമാരാണെന്ന് ഉറപ്പുവരുത്തുക. തിരഞ്ഞെടുപ്പ് ദിവസം മോക്ക് പോളിന് തയ്യാറാവുകയാണ് പിന്നെ ചെയ്യേണ്ട കാര്യം. കറക്റ്റ് സമയത്ത് തന്നെ മോക്ക് പോളിന് തയ്യാറാവുക. അതുപോലെ തന്നെ ആ സമയത്ത് ഏതെങ്കിലും പോളിംഗ് ഓഫീസർ ഡ്യൂട്ടിക്ക് ഹാജരായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പുതിയ പോളിംഗ് ഓഫീസറെ അധികാരപ്പെടുത്താനുള്ള ചുമതലയുണ്ട്. അതിനുശേഷം മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ഫോം, മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോള്, വിസിറ്റ് ഷീറ്റ്, മറ്റ് ഫോമുകൾ, കൺട്രോൾ യൂണിറ്റിൻ്റെ സീലിങ്ങിനായി ഉപയോഗിക്കുന്ന അഡ്രസ് ടാഗ്, ഗ്രീൻ പേപ്പർ സീല്, സ്പെഷ്യൽ ടാഗ്, സ്ട്രിപ്പ് സീൽ എന്നിവയും കൂടാതെ മെഴുകുതിരി, തീപ്പെട്ടി, സീലിംഗ് വാക്സ്, ബ്ലേഡ്, മെറ്റൽ സീല്, ഹാർഡ് ബോർഡ് കഷ്ണം, വെള്ളം എന്നിവയും മേശപ്പുറത്ത് എടുത്ത് വയ്ക്കുക. ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഹാജരായിട്ടുള്ള ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ കറക്റ്റ് സമയത്ത് തന്നെ മോക്ക് പോൾ ആരംഭിക്കുക.
വൈകി വരുന്നവർക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഏജൻറ്റുമാരാരും വന്നിട്ടില്ലെങ്കിൽ ആ കറക്റ്റ് സമയത്ത് മോക്ക് പോൾ ആരംഭിക്കുക. മോക്ക് പോൾ ആരംഭിക്കുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കുക. കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേകളെല്ലാം വന്നു പോയതിന് ശേഷം ക്ലിയർ ബട്ടൺ അമർത്തുക. കൺട്രോൾ യൂണിറ്റിലെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ടൊന്നും കിടപ്പില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മോക്ക് പോൾ ആരംഭിക്കുക. പ്രിസൈഡിംഗ് ഓഫീസറും എല്ലാ ഏജൻറ്റുമാരും വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കുക. ഏജൻറ്റുമാരോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക. മോക്ക് പോൾ സമയത്ത് ഓരോ സ്ഥാനാർത്ഥിക്കും രേഖപ്പെടുത്തുന്ന വോട്ടുകൾ പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കിയിട്ടുള്ള പേപ്പറിൽ രേഖപ്പെടുത്തുക. എല്ലാ ഏജൻറ്റുമാർക്കും വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ടിംഗ് തീർന്നാൽ ക്ലോസ് ബട്ടൺ അമർത്തുക. മോക്ക് പോൾ റിസൾട്ട് പരിശോധിക്കാനായിട്ട് കൺട്രോൾ യൂണിറ്റിൻ്റെ റിസൾട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓരോ സ്ഥാനാർത്ഥിയും കൺട്രോൾ യൂണിറ്റിൽ കാണിക്കുന്ന വോട്ട് പ്രത്യേക പേപ്പറിൽ രേഖപ്പെടുത്തി വയ്ക്കുക. കൺട്രോൾ യൂണിറ്റിൽ ഓരോ സ്ഥാനാർത്ഥിയും കാണിച്ച വോട്ടും നേരത്തെ ഏജൻറ്റുമാർ വോട്ട് ചെയ്ത സമയത്ത് പോളിംഗ് ഉദ്യോഗസ്ഥൻ ടാലി മാർക്ക് ഇട്ട് രേഖപ്പെടുത്തി വെച്ച വോട്ടും ഒന്ന് തന്നെയാണെന്ന് ഏജൻറ്റുമാരെ ബോധ്യപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലെ മോക്ക് പോൾ ചെയ്ത വോട്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്യുക. അതിനായി കൺട്രോൾ യൂണിറ്റിലെ ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലോസ് ചെയ്ത് റിപ്പോർട്ട് എടുത്ത് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ തന്നെ CRC ലെവലിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് ഫുള്ളായിട്ട് ക്ലിയർ ആവുള്ളൂ. മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക. പ്രിസൈഡിംഗ് ഓഫീസറും ഏജൻറ്റുമാരും അതിൽ യഥാസ്ഥാനത്ത് ഒപ്പിടുക. അതിനുശേഷം കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്ത് സീൽ ചെയ്യുക. യഥാർത്ഥ പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പായി കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്ത് സജ്ജമാക്കുക. യഥാർത്ഥ പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അനൗൺസ് ചെയ്യുക. ഇലക്ഷൻ ആരംഭിച്ചതായി പ്രഖ്യാപിക്കുക. ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങി. ഓരോ 2 മണിക്കൂറിലും ആകെ പോൾ ചെയ്ത വോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിൽ രേഖപ്പെടുത്തുക. ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടും ടോട്ടൽ കണ്ടെത്തി ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എടുക്കേണ്ടതാണ്. പോളിംഗ് ബൂത്തിനുള്ളിൽ വോട്ടേഴ്സിൻ്റെ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടെടുപ്പ് വേളയിൽ അഭിമുഖീകരിക്കേണ്ടി വരാവുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സാഹചര്യങ്ങൾക്ക് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. EVM തകരാറിലാവുകയാണെങ്കിൽ പോളിംഗ് ആരംഭിച്ച ശേഷം വോട്ടിംഗ് മെഷീൻ കേടായ വിവരം സെക്ടറൽ ഓഫീസറെയോ റിട്ടേണിംഗ് ഓഫീസറെയോ അറിയിക്കുക. പുതിയ മെഷീൻ എത്തിച്ചു നൽകിയതിന് ശേഷം കേടായ മെഷീൻ ക്ലോസ് ചെയ്ത് സീൽ ചെയ്ത് തിരിച്ചു കൊടുക്കുക. പുതിയ മെഷീൻ ഉപയോഗിച്ച് വീണ്ടും മോക്ക് പോൾ നടത്തുക. അവസാനിക്കുമ്പോൾ പുതിയ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുക. പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രഖ്യാപനത്തിൽ ഫോം നമ്പർ 10A 2ാം ഭാഗം പൂരിപ്പിച്ച് ഒപ്പിട്ട് വയ്ക്കുകയും വേണം. അന്ധതയോ അവശതയോ മൂലം ഒരു വോട്ടർക്ക് ബാലറ്റിലെ ചിഹ്നം തിരിച്ചറിയാനോ പരസഹായം കൂടാതെ വോട്ട് ചെയ്യാനോ കഴിയില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ സഹായിയെ അനുവദിക്കാം. 18 വയസ്സിൽ കുറയാതെ പ്രായമുള്ള ഒരു സഹായിയെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കൂടെ പോകാൻ അനുവദിക്കാം. ഈ ആവശ്യത്തിന് സഹായിയായിട്ട് സ്ഥാനാർത്ഥി, ഏജൻറ്റ്, പോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിവരെ അനുവദിക്കാൻ പാടില്ല. സഹായി അന്നേ ദിവസം മറ്റ് പോളിംഗ് സ്റ്റേഷനിൽ സഹായി ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ഒന്നിലധികം വോട്ടർമാരുടെ സഹായിയായി ഒരാളെ അനുവദിക്കരുത് എന്ന് ചുരുക്കം. വോട്ടർ ആൾമാറാട്ടം നടത്തിയെന്ന് സ്ഥാനാർത്ഥിയോ ഏജൻറ്റോ തർക്കം ഉന്നയിച്ചേക്കാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തർക്കം ഉന്നയിക്കാനുള്ള ഫീസായിട്ടുള്ള 10 രൂപ വാങ്ങിച്ചതിന് ശേഷം നിശ്ചിത ഫോറം നമ്പർ 20ൽ റെസീറ്റ് വാങ്ങുക. അതിനുശേഷം തർക്കം ഉന്നയിച്ച ഏജൻറ്റിനോട് അയാളുടെ അവകാശവാദം തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുക. തർക്കം ഉന്നയിക്കപ്പെട്ട ആളെ വിളിച്ച് അയാൾ യഥാർത്ഥ വോട്ടറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടാം. ഇതിനിടയിൽ വില്ലേജ് ഓഫീസറോ BLO, നാട്ടുകാർ എന്നിവരുടെ മുഖേന പ്രിസൈഡിംഗ് ഓഫീസർക്ക് അന്വേഷണം നടത്താം. ആൾമാറാട്ടം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആൾമാറാട്ടം നടത്തിയ വ്യക്തിയെ പോലീസിൽ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ തർക്കം ഉന്നയിച്ച ആളിൽ നിന്ന് വാങ്ങിയ ഫീസായിട്ടുള്ള 10 രൂപ തിരിച്ചു കൊടുക്കുക. ഇദ്ദേഹത്തിന് മുൻപ് നൽകിയ രസീതിൽ കൗണ്ടർ ഫോയിൽ തുക കൈപ്പറ്റിയതായിട്ട് ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം ആ ഫോം നമ്മൾ കയ്യിൽ വയ്ക്കുക. ടെൻഡർ വോട്ട്. ഒരു വോട്ടർ വോട്ട് ചെയ്യാനായി വരുമ്പോൾ അയാളുടെ വോട്ട് മുൻപ് ചെയ്തിരിക്കുന്നു എന്ന മാർക്ക്ഡ് കോപ്പിയിലെ രജിസ്റ്റർ ഓഫ് വോട്ടിലും കാണുന്നു. എന്നാൽ വോട്ട് താൻ ചെയ്തിട്ടില്ലെന്നും ഇപ്പോൾ ചെയ്യണമെന്നും പറഞ്ഞാൽ അയാളുടെ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടുക. യഥാർത്ഥ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുക. വിവരങ്ങൾ ഫോം നമ്പർ 21Bയിൽ ഉൾപ്പെടുത്തുക. വോട്ടറുടെ ഒപ്പോ വിരലടയാളം അളമോ വാങ്ങിയതിന് ശേഷം 21A രജിസ്റ്റർ ഓഫ് വോട്ടിൽ എഴുതരുത്. ഈ വിവരം രജിസ്റ്റർ ഓഫ് വോട്ടിൽ എഴുതാതെ അദ്ദേഹത്തിന് ടെൻഡർ ബാലറ്റ് അനുവദിക്കുക. ടെൻഡർ ബാലറ്റ് അനുവദിച്ചിട്ട് ആ വോട്ട് ടെൻഡർ ബാലറ്റിൽ ചെയ്യിച്ചിട്ട് ആ ടെൻഡർ ബാലറ്റിലെ വിവരം നമ്പർ ഓഫ് 21 ലിസ്റ്റും ചേർത്തിട്ട് അതൊരു പ്രത്യേക കവറിലാക്കിയിട്ട് കവറിൽ സൂക്ഷിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഡിസ്റ്റിങ്ക്വിഷ്ഡ് മാർക്ക് സീൽ പതിക്കണം.
സെക്ഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ ടെൻഡർ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചതിൻ്റെ കണക്ക് ഫോം നമ്പർ 24A ചേർക്കുക. ഇതുപോലെ തന്നെ ഫോം നമ്പർ 21A രജിസ്റ്ററിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ഒരാൾ വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചാൽ ഈ രജിസ്റ്ററിൻ്റെ റിമാർക്സ് കോളത്തിൽ റിഫ്യൂസ്ഡ് ടു വോട്ട്സ് എന്ന് എഴുതിയിട്ട് ഇതിന് നേരെ അയാളുടെ ഒപ്പും അല്ലെങ്കിൽ വിരലടയാളമോ മേടിക്കുക. ഇതിന് താഴെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം. രജിസ്റ്റർ ഓഫ് വോട്ട്സിൻ്റെ ക്രമ നമ്പറിൽ മാറ്റമൊന്നും പിന്നെ വരുത്തേണ്ടതില്ല. ഫോം നമ്പർ 24A അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡിൽ വോട്ട് രേഖപ്പെടുത്താതെ പോയവരുടെ ആകെ എണ്ണം എഴുതണം. വോട്ടിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുന്ന വോട്ടറെ അതിൽ നിന്ന് തടയേണ്ടതാണ്. അനുസരിക്കുന്നില്ലെങ്കിൽ അയാളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ പുറത്താക്കണം. ഈ വിവരം രജിസ്റ്റർ ഓഫ് വോട്ട്സിൻ്റെ റിമാർക്സ് കോളത്തിൽ നോട്ട് അലൗഡ് ടു വോട്ട് എന്ന് എഴുതി ചേർക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ അതിന് താഴെ ഒപ്പിടണം. രജിസ്റ്റർ ഓഫ് വോട്ട്സിൻ്റെ ക്രമ നമ്പറിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. ഫോം നമ്പർ 24A അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡിൽ വോട്ട് ചെയ്യാൻ പ്രിസൈഡിംഗ് ഓഫീസർ അനുവദിക്കാത്തവരുടെ ആകെ എണ്ണം എഴുതണം. ഒരു വോട്ടറുടെ പ്രായം സംബന്ധിച്ച് സംശയം തോന്നുകയാണെങ്കിൽ ഇതിനായുള്ള നിശ്ചിത ഫോം നമ്പർ 16 ഒരു ഡിക്ലറേഷൻ പൂരിപ്പിച്ച് വാങ്ങേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റിൽ ഫോം നമ്പർ 18 പേരും വിവരങ്ങളും ചേർക്കുക. വ്യക്തിയെ കൊണ്ട് അതിൽ ഒപ്പിടിയിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ത്രിതല വോട്ടെടുപ്പ് പഞ്ചായത്തിലാണെങ്കിൽ വോട്ടർ എല്ലാ തലത്തിലും വോട്ട് ചെയ്യാതെ ബൂത്തിൽ നിന്ന് പോയതായി ശ്രദ്ധയിൽപ്പെടുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ബാലറ്റ് യൂണിറ്റിലെ എൻഡ് ബട്ടൺ അമർത്താൻ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ കയറാം. അതേപോലെ തന്നെ പ്രൊസസർ എറർ സംഭവിക്കുകയാണെങ്കിൽ അത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് പോളിംഗ് ഏജൻറ്റുമാരോടൊപ്പം പ്രിസൈഡിംഗ് ഓഫീസർക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. വോട്ടെടുപ്പ് കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് ക്യൂവിൽ വോട്ടർമാരുണ്ടെങ്കിൽ അവരിൽ അവസാനം നിൽക്കുന്നയാൾക്ക് ഒന്നാമത്തേത് എന്ന ക്രമത്തിൽ മുന്നോട്ട് പ്രിസൈഡിംഗ് ഓഫീസറെ ഒപ്പുവെച്ച ടോക്കൺ നൽകുക. അവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവസരം ഉറപ്പാക്കുക. ഓരോ വോട്ടർക്കും നൽകിയിരിക്കുന്ന ടോക്കൺ ഒന്നാം പോളിംഗ് ഓഫീസർ തിരികെ വാങ്ങണം. പോളിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വോട്ടെടുപ്പ് അവസാനിച്ചതായി പ്രഖ്യാപിച്ച കൺട്രോൾ യൂണിറ്റിൻ്റെ ക്ലോസ് ബട്ടൻ്റെ ക്യാപ്പ് അഴിച്ച് ക്ലോസ് ബട്ടൺ അമർത്തി വോട്ടിംഗ് അവസാനിപ്പിക്കുക. കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയ ടോട്ടൽ വോട്ട് കൗണ്ട് ഏജൻറ്റുമാരെ കാണിച്ച് ബോധ്യപ്പെടുത്തുക. കൺട്രോൾ യൂണിറ്റിൻ്റെ പവർ സ്വിച്ച് ഓഫാക്കി കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും ഏർപ്പെടുത്തുക. ക്ലോസ് ബട്ടൻ്റെ ക്യാപ്പ് ഫിക്സ് ചെയ്യുക. കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും അതാത് ക്യാരിയിങ് കേസിലാക്കി അടച്ച് അഡ്രസ് ടാഗ് കെട്ടി സീൽ ചെയ്യുക. രജിസ്റ്റർ ഓഫ് വോട്ട്സിൽ അവസാനം വോട്ട് ചെയ്ത ആളുടെ വിവരങ്ങൾ എഴുതിയതിന് തൊട്ടു താഴെ ചുവന്ന വര വരയ്ക്കുക. രജിസ്റ്ററിൻ്റെ ചുമതല വഹിച്ച രണ്ടാമത്തെ പോളിംഗ് ഓഫീസർ പോൾ ക്ലോസർ എന്ന് എഴുതി തീയതി സമയം സഹിതം ഒപ്പിടുക. ഏജൻറ്റുമാർ അതിന് താഴെ ഒപ്പിടണം. ഫോം നമ്പർ 24A അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡറിൽ തയ്യാറാക്കുക. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകളുടെ അക്കൗണ്ട് പ്രത്യേകം തയ്യാറാക്കുക. അതിൽ ഏജൻറ്റുമാരുടെ ഒപ്പ് വാങ്ങണം. ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ 3 തലങ്ങളിലെയും ടോട്ടൽ വോട്ട്സ്, അണ്ടർ വോട്ട്സ് എന്നിവ ഫോം നമ്പർ 24A എഴുതുക. പോളിംഗ് സ്റ്റേഷനിലെ ഏജൻറ്റുമാർക്ക് ഓരോ സ്ഥാനാർത്ഥിയുടെയും ഒരു ഏജൻറ്റിന് വീതം നൽകിയാൽ മതി. ഗ്രാമപഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഓരോ കോപ്പി വീതം നൽകുക. പകർപ്പ് ലഭിച്ചെന്ന് സാക്ഷ്യപ്പെടുത്തിയ പോളിംഗ് ഏജൻറ്റുമാരെ പൂർണ്ണമായി ഒപ്പുമേടിക്കണം. പകർപ്പ് സ്വീകരിക്കാനും ഒപ്പുവയ്ക്കാനും വിസമ്മതിക്കുന്ന പോളിംഗ് ഏജൻറ്റുമാരുണ്ടെങ്കിൽ അവരുടെ പേര് പ്രഖ്യാപനത്തിൽ രേഖപ്പെടുത്തണം. പോളിംഗ് ഏജൻറ്റുമാരുടെ ഒപ്പുമേടിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളെന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഓഫ് ഏജൻറ്റ് ഇൻ ഫോം നമ്പർ 10, മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്, ഗ്രീൻ പേപ്പർ സീല്, സ്പെഷ്യൽ ടാഗ്, സ്ട്രിപ്പ് സീല്, പിങ്ക് പേപ്പർ സീല്, അഡ്രസ് ടാഗില്, വൈൽ ക്ലോസിംഗ് 21A രജിസ്റ്റർ ഓഫ് വോട്ട്സിൽ, അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡ്സ് 24A, ഡിക്ലറേഷൻ ബൈ പ്രിസൈഡിംഗ് ഓഫീസർ, സ്റ്റാറ്റുട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റുട്ടറി കവേഴ്സ്. ഇത്രയും കാര്യങ്ങളിൽ പോളിംഗ് ഏജൻറ്റുമാരുടെ ഒപ്പുമേടിക്കുക. ഈ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും ക്യാരിയിങ് കവറിലാക്കി സീൽ ചെയ്യുക. ഇതോടുകൂടിയിട്ട് രണ്ടാമത്തെ ഘട്ടം പ്രിസൈഡിംഗ് ഓഫീസറുടെ അവസാനിക്കും.